ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ആരോഗ്യവകുപ്പിലെ ജീവനക്കാർക്കെതിരെ നടപടി. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയ 373 ജീവനക്കാർക്കെതിരെയാണ് നടപടിയെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കെതിരെ എന്ത് നടപടിയാണിപ്പോൾ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്? ലക്ഷ്മി, ഈ അനർഹമായ ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ ധനവകുപ്പ് അത് സംബന്ധിച്ച ഒരു ഉത്തരവും ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇത്തരത്തിൽ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്നും 18% പിഴ പലിശ സഹിതം ഈടാക്കുമെന്നായിരുന്നു ഉത്തരവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പ്രകാരം വകുപ്പ് തലങ്ങളിൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ആരോഗ്യവകുപ്പിലെ 373 ജീവനക്കാർ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയതായി കണ്ടെത്തിയിരിക്കുന്നത്. അവർക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഇവരിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 18% പിഴ പലിശ സഹിതം ഈ പണം ഈടാക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അവർക്ക് വകുപ്പ് തല നടപടിയും ഇവർക്കെതിരെ സ്വീകരിക്കുമെന്നും ഇപ്പോൾ വകുപ്പിൽ നിന്ന് തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം ഈ വാർത്ത ഇത്തരത്തിലൊരു കാര്യം ഉന്നത സർക്കാർ ജോലിയുള്ളവരും ഒപ്പം തന്നെ ആഡംബര കാർ അടക്കമുള്ള വാഹനങ്ങൾ അടക്കമുള്ള ആളുകളായിരുന്നു ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തിയിരുന്നത്. അതിനുശേഷം ഗസ്റ്റഡ് ഉദ്യോഗസ്ഥരടക്കം 1000-ലധികം പേർ അനധികൃതമായി പെൻഷൻ വാങ്ങുന്നത് കണ്ടെത്തുന്നു, പരിശോധന നടത്തുന്നു, നടപടിയെടുക്കുന്നു. തുടർന്നാണ് മറ്റു വകുപ്പുകളിലും ഇത്തരത്തിൽ പരിശോധന നടത്താൻ തീരുമാനിക്കുന്നത്. അത്തരത്തിലാണ് ആരോഗ്യ വകുപ്പിലും ഈ പരിശോധന നടത്തി 373-ലധികം ആളുകളെ കണ്ടെത്തിയിരിക്കുന്നത്. അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.